കള്ളപ്പന്നി എന്ന് തന്നെ പറയാൻ പറ്റും. ഗൈസ്, 2 ദിവസം മുമ്പ് സ്കാം അലേർട്ട് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും എനിക്ക് എമർജൻസി ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യേണ്ട വന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പല കസ്റ്റമേഴ്സിനെയും ഇതേപോലെ സ്കാമേഴ്സ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഇപ്പോൾ നിലവിൽ നമ്മുടെ ഓൺലൈൻ സ്കാംസ് നല്ല രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. അതായത് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ബേസിക്കലി ഞാൻ പറയുന്നത് കുറച്ച് സ്കാംസ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത ടൈപ്പ് കുറേ സ്കാംസ് ഉണ്ട്. അതായത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ അങ്ങനത്തെ OTP ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ക്ലിക്ക് ചെയ്യത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഈവൻ ഞാൻ പോലും അങ്ങനെ വിചാരിച്ച ആളാണ്. പക്ഷേ എന്നെ വരെ ഇവർ ഓൾമോസ്റ്റ് പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ബഷീർ ബാസിയുടെ ഈ കേസിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഇതേപോലെ കുറേ ഓർണമെൻറ്റ്സും അങ്ങനെ ജ്വല്ലറീസും ഇതേപോലെ പുള്ളിക്കാരൻ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇതേപോലെ കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ, ഓൺലൈനിൽ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഇതേപോലെ കൊറിയർ ചെയ്ത് കൊടുക്കുന്ന ആ പരിപാടി. അപ്പോൾ ഇവർ അയക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു അഡ്രസ്സും ഫോൺ നമ്പറും തരുമല്ലോ. ഇവർ നോർമലി ഷിപ്പ് ചെയ്ത് കൊടുക്കും. ഈ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് ഇവരുടെ ഡീറ്റെയിൽസ് ലീക്കായിട്ട് വേറൊരാൾ തേർഡ് പാർട്ടി, അതായത് ബാംഗ്ലൂർ മറ്റേ ഹിന്ദിക്കാരെ വിളിക്കുന്നത്, ആ തേർഡ് പാർട്ടി ആൾക്കാർ ഇവരെ വിളിച്ചിട്ട്, അതായത് ഈ ഡെലിവറിക്ക് ഇത്രയും ചാർജ് വരണം, ആ ഇന്ന എമൗണ്ട് തരണം എന്ന് പറഞ്ഞ് അവരുടെ നിന്ന് പൈസ തട്ടിക്കുന്നു. സാധനം വിളിച്ചില്ലെങ്കിൽ, കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാധനം വീട്ടിൽ എത്തും, വേറെ ഇതൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഡീറ്റെയിൽസ് ലീക്കായിട്ട് ഇവരെ വിളിച്ച് ഇതേപോലെ കുറേ സ്കാമേഴ്സ് ഇതേപോലെ കുറേ പൈസ തട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പുള്ളിക്കാരൻ വീഡിയോ ആയിട്ട് വന്നത്. അത് ഇഷ്ടം പോലെ പേരുടെ ഇതേപോലെ പൈസ തട്ടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങളുടെ പേയ്മെന്റ് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് ഒന്നും കൂടെ ചെയ്യേണ്ട വരും. നിങ്ങളുടെ ആദ്യം ചെയ്ത പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീഫണ്ട് ചെയ്ത് തരാം. അരമണിക്കൂറിൽ റീഫണ്ട് ചെയ്യാം, 1 മണിക്കൂറിനുള്ളിൽ റീഫണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾസ് വരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഇതാണ് അവരുടെ മെയിൻ സ്റ്റാർട്ടിങ് സ്റ്റെപ്പിൽ. ഇതാണ് മെയിൻ. പിന്നെ നമ്മൾ വൺസ് ഇവരെന്തെങ്കിലും നമ്മളൊരു ഫോണിൽ കൂടെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ വൺസ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്ത് കളയും. അതാണ് ഇവർ. എന്നെ ഒരു വട്ടം ഇതേപോലെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അതായത് പണ്ട് ഞാൻ PUBG ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിയൊരു അക്കൗണ്ട് തരാം, 500 രൂപയ്ക്ക് കുറേ സ്കിന്നുള്ള അക്കൗണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ചെറുതിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. 500 രൂപയ്ക്ക് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ അക്കൗണ്ടൊക്കെ തരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഭയങ്കര ലാഭമായിരിക്കുമല്ലോ എന്ന് വെച്ചു. പുള്ളിക്കാരൻ എനിക്ക് 500 ഇത് എന്നിട്ട് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്നു, സ്ക്രീൻഷോട്ട് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു. സാർ ഒരു 24 hours വെയിറ്റ് ചെയ്യണം, അതിനുള്ളിൽ ഇത് പ്രോസസ്സ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും യുവമാർ എന്നെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ പറ്റിച്ചതെന്ന്. അതിനുശേഷം എനിക്ക് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചായിരുന്നു. അത് നമുക്കൊരു വട്ടം പറ്റിക്കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. പിന്നെ ഇതേപോലെ കുറേ സ്കാമേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ MBDയുടെ കേസ്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതേപോലെ ഇതേ ടൈപ്പ് പോസ്റ്റൽ ടൈപ്പ് എനിക്കും സ്കാം വന്നിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അതിന് കിടക്കുന്നതിന് മുന്നോട്ട് ഈ ബഷീറിന്റെ കേസ് ബാക്കി നമുക്കൊന്ന് കാണാം. ഗേൾസ് വരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കസ്റ്റമർ ഞങ്ങൾക്ക് അയച്ചു തന്ന ഒരു വോയിസ് റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. Yes, ma'am, you have already paid, but that amount was not received in our company due to the technical issues, ma'am. That's why we are refunding that amount, but for the refund we have to update the correct amount transaction ID in the system. That's why you have to do the repayment just for 5 minutes. ഇവര് ഈ നോർത്ത് സൈഡിലൊക്കെ മെയിനായിട്ട്, അതായത് ഇവരൊരു ഗ്രൂപ്പായിട്ട്, അതായത് ഇവർ ഓഫീസ്, നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. അതായത് ഇവർ ഓഫീസ് എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പ്യൂട്ടർ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു വലിയൊരു ഇതാണ്. പക്ഷേ എനിക്കറിയാൻ പാടില്ല നമ്മുടെ ഈ സാധനം എങ്ങനെ ലീക്കാവുന്നു. അതായത് ഇപ്പോൾ ഈ ബഷീറിൻ്റെ ഈ കേസ് മാത്രമല്ല, ഈ പുള്ളിക്കാരൻ്റെ ഈ ഇത് മാത്രമല്ല, അല്ലാണ്ട് തന്നെ നമ്മളൊരു പോസ്റ്റലായിട്ട് അയക്കുന്ന സമയത്ത് കുറേ ഇഷ്യൂസ് ഇതേപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ലീക്ക് ആവുന്നുണ്ട്. അതെങ്ങനെ ഇവർക്ക് കിട്ടുന്നു എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ആ ഒരു വീഡിയോന്റെ താഴെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്ക് തരുന്ന ഡീറ്റെയിൽസ് എങ്ങനെ ഈ സ്കാമേഴ്സിന് കിട്ടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പറും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നു. ഇത് നമ്മൾ കൊറിയർ സ്റ്റിക്കർ, നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും പിൻകോഡും അതിനകത്ത് മൊബൈൽ നമ്പർ കൊടുക്കണമല്ലോ. കാരണം കൊറിയർ ടീം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മൊബൈൽ നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാൻ. അപ്പോൾ ആ സ്റ്റിക്കർ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും. അപ്പോൾ ഈ കൊറിയർ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു കൊറിയർ ബോയ്ക്ക് കൊടുക്കുന്നു. ആ ബോയ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് അവർ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോകുന്നു. കൊറിയർ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഓട്ടോയിലോ കാര്യങ്ങളിലോ ഗുഡ്സിലൊക്കെ കയറ്റിയിട്ട് അടുത്ത ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അവിടുന്ന് അടുത്ത ആൾക്ക് കൈമാറായി അടുത്ത ബ്രാഞ്ചിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന ഇടയിൽ ഇതിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ DTDCന്റെ ടീമാവും, ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഈ മെയിൻ പരിപാടി ചെയ്യുന്നത്. പക്ഷെ അവരെ നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും.
ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഐഫോൺസ്, ചില ഫോൺസ്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിന് പകരം, അതായത് നമുക്ക് ചില സ്ലാബും കഷ്ണം കിട്ടിയിട്ടുണ്ട്, കല്ല് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കുറേ ഇതിട്ടിട്ടുണ്ടാവും. അതായത് ആമസോൺ ഡയറക്റ്റ് സെല്ലർ അയക്കുന്ന സമയത്ത്, അതായത് ഇവർക്ക് കിട്ടുന്ന സമയത്ത് ഈ പാഴ്സൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു ഇതാണ്. അല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതേ ടാമ്പേർഡ് ആയിട്ടുള്ള ഡിവൈസ് അത് അവിടെ നിന്ന് അയച്ചെടുത്തില്ലല്ലോ. അതിപ്പോൾ ഒരു കടയിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഐഫോൺ, നമുക്ക് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇതേപോലെ ഐഫോൺ ഉണ്ടോ നമ്മൾ തുറന്ന് വീഡിയോ വെച്ചിട്ട് നമ്മൾ ഇതെടുത്താലും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ലാബും കഷ്ണമായിരിക്കും. അതേപോലത്തെ കുറേ സ്കാംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്നാണ് ഈ ലീക്ക് ആവുന്നത് അത് സ്റ്റോപ്പ് ചെയ്യണം ആദ്യം, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്കാമേഴ്സ് കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഡെലിവറിയുടെ ടീമാവും, ചിലപ്പോൾ ഈ കാർഡിന്റെ, അങ്ങനെ പല പല കൊറിയർ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്ന സ്കാമേഴ്സിന് കൂട്ടി നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. അവര് ഈ പ്രൊഡക്ട്സ് അവരിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഈ സ്കാമേഴ്സിന് വാട്സപ്പ് ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള നമ്പറും അവർ പേയ്മെന്റ് ചെയ്ത് എത്ര രൂപയുടെ പർച്ചേസ് ആണ് ചെയ്തതെന്നുള്ള ആ സ്റ്റിക്കറിൽ തന്നെ ഉണ്ടാവും, കൊറിയർ സ്റ്റിക്കറിൽ. അപ്പൊ അത് നോക്കിയിട്ട് അവര് കോൺടാക്ട് ചെയ്യും. മനസ്സിലായി? കാരണം അങ്ങനെ കോൺടാക്ട് ചെയ്ത് ആരെങ്കിലും പറ്റിച്ച് കിട്ടുന്ന പൈസയുടെ ആ നക്കാപ്പിച്ച ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ കൊറിയർ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും കള്ളപ്പന്നി എന്ന് തന്നെ പറയാൻ പറ്റും. അത് നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഉമ്മാരി ഈ യെസ്, അവനെ അങ്ങനെ തന്നെ വിളിക്കേണ്ടതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതായത് ഈ ബഷീർ ബാസിയുടെ ഈ കേസിന് മാത്രമേ പ്രശ്നം അല്ല, എനിക്കും ഇതേപോലത്തെ ഒരു പ്രശ്നം. അതായത് എനിക്ക് കിട്ടിയത്, അതായത് ഇതേപോലത്തെ അനുഭവം ഉണ്ടായത് ഈ 2 ദിവസം മുന്നേ. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് US നിന്ന് ഒരു പാഴ്സൽ വരുന്നുണ്ട്. എൻ്റെ ഒരു അങ്കിൾ ഒരു സാധനം അയച്ചു തന്നിട്ടുണ്ട് US നിന്ന്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം ഇന്ത്യയിലോട്ട് അയക്കുന്ന സമയത്ത് അത് നമ്മുടെ കസ്റ്റംസിൽ പോകും, കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അതായത് അതൊരു ഡോക്യുമെൻറ്റാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ് പേപ്പർ ആയതുകൊണ്ട് വേറെ വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അത് നമ്മുടെ കസ്റ്റംസ് അത് US നിന്ന് ഡൽഹിയിലാണ് പോയത്. ഡൽഹിയിൽ കസ്റ്റംസ് ക്ലിയറൻസിനായിട്ട് അവിടെ കിടക്കുകയായിരുന്നു ഈ സാധനം. അപ്പോൾ ഞാൻ നമ്മുടെ ട്രാക്കിംഗ്, നമുക്ക് ഒരു അവിടുന്ന് പോസ്റ്റ് അയക്കുന്ന സമയത്ത് നമുക്കൊരു ട്രാക്കിംഗ് നമ്പർ കിട്ടുമല്ലോ. ആ ട്രാക്കിംഗ് നമ്പർ വെച്ച് ഞാൻ ട്രാക്ക് ചെയ്തപ്പോഴത്തേക്കും സാധനം ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പോൾ എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്ത്, ഇങ്ങോട്ട് ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, സാർ നിങ്ങളുടെ അത് ഡൽഹിയിൽ നിങ്ങളുടെ പോസ്റ്റ് അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ പോസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ. ഞാൻ ചോദിച്ചു, അയ്യോ അതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് ഇംഗ്ലീഷിലാണ് സംസാരിച്ചു ഇവർ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, എൻ്റെ അയച്ച ആൾ എൻ്റെ പിൻകോഡ് തെറ്റിച്ച് അയച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വഴങ്ങാൻ ഒരു വരിയില്ലെന്ന് പറഞ്ഞു. അല്ല സാർ, അത് നിങ്ങളുടെ പിൻകോഡ് അയച്ചത് തെറ്റാണ്, അതുകൊണ്ട് നിങ്ങളുടെ പാഴ്സൽ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് അവിടുന്ന് മൂവ് ആവത്തില്ല. അപ്പോൾ സാർ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഒരു APK ആപ്പിൻ്റെ ഒരു സാധനം എൻ്റെ വാട്സാപ്പിൽ അപ്പം തന്നെ, സാർ ആ ആപ്പ് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്ന് ചോദിച്ചു, സാറിൻ്റെ ഇത് ആൻഡ്രോയിഡ് ആണോ iOS ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഐഫോണാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാറേ ആൻഡ്രോയിഡ് ഡിവൈസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് ഈ APK ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. മറ്റേ ഇത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അഡ്രസ്സ് ഇത് ചെയ്യാൻ പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ APK ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ആക്സസ്, ആൻഡ്രോയിഡ് ഫോണിൻ്റെ ആക്സസ് ഫുൾ അവർക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞ ശേഷം അവരെൻ്റെ അടുത്ത് രണ്ടാമത് പറഞ്ഞതിന്, സാറേ ഈ അഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന്, അതായത് പിൻകോഡ് ചേഞ്ച് ചെയ്തതിന് ഒരു 5 റുപ്പീസ്, 5 രൂപ, വെറും 5 രൂപ ഇവർക്ക് പേ ചെയ്യണം. അത് റീഫണ്ട് ചെയ്ത പൈസയാണ്. ഒരു 5 രൂപ ആദ്യം ഉണ്ട്, അത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ APK ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഫുൾ അവരുടെ കയ്യിൽ ഹാക്കായിരിക്കും. അപ്പോൾ ഞാൻ ഗൂഗിൾ പേയിൽ ഇന്ന നമ്പർ അടിക്കുക, എൻ്റെ പിൻ അടിക്കുന്ന സമയത്ത് മൊത്തം ഇവർക്ക് അത് കാണാൻ പറ്റും. എനിക്കിത് മനസ്സിലായപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ ഡൽഹി പോസ്റ്റ് ഓഫീസിൽ, അതാണ് മെയിൻ പ്രശ്നം. അത് നമ്മുടെ ഇവിടുന്ന് ഡൽഹിയിൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചോ അങ്ങനത്തെ എന്തോ ഓഫീസിലാണ് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന പാഴ്സൽസൊക്കെ അവിടെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ കോൺടാക്ട് ചെയ്യുന്ന വെച്ചാൽ അവിടെയാണെങ്കിൽ ആരും ഫോണും എടുക്കത്തില്ല. അതേസമയത്ത് അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു, അതാണ് ഏറ്റവും കഷ്ടം. കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ കസ്റ്റമർ കെയർക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്താൽ പോലും ഇംഗ്ലീഷ് അറിയത്തില്ല, ഹിന്ദി അറിയുന്നത്. ഹിന്ദിയിൽ നമ്മൾ എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട്, ഹിന്ദി അറിയുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. എന്നിട്ട് പോലും അവർക്കൊരു ഇതില്ല, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവർക്കറിയത്തില്ല. അതായത് ഇതേപോലെ പാഴ്സൽ പറയുന്ന സമയത്ത് അവർക്ക് സാർ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല, അങ്ങനെ ആയിട്ടില്ല എന്നൊക്കെ ഇവരും വേറെ എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തപ്പോൾ സാധനം വീട്ടിലെത്തി. രണ്ടാമത്തേത് നമ്മുടെ MBDയുടെ ഒരു പരിപാടി. അത് നമ്മുടെ വണ്ടിക്ക് ഇതേപോലെ ഫൈൻ ഉണ്ടെന്ന് പറയും. അതായത് 500 രൂപ 600 രൂപ ഇതേപോലെ പാർക്കിങ്ങിന്, അല്ലെങ്കിൽ നോ പാർക്കിംഗ് ഫീ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഫൈൻ വരും. നമ്മൾക്ക് ഒരു ലിങ്കും തരും, MBDയുടെ ഇത് വാട്സാപ്പിൽ ഒരു സാധനം തരും. നമ്മളത് നോക്കുമ്പോഴത്തേക്കും MBDയുടെ ഫോട്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും MBDയുടെ ഇത് നമ്മുടെ വണ്ടിയുടെ ചിലപ്പോൾ വണ്ടിയുടെ ഫോട്ടോയും കാണും. പക്ഷേ ആ വെബ്സൈറ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ www പരിവാഹന് പകരം പരിവാഹൻ്റെ സ്പെല്ലിംഗ് തെറ്റായിരിക്കും. കുറച്ചും കൂടെ M ഉം L ഓ H ഓ എന്തെങ്കിലും കൂടുതലുണ്ടായിരിക്കും. നമ്മളത് പക്ഷേ ഒഫീഷ്യൽ
നമ്മുടെ എം പരിവാഹൻ്റെ സൈറ്റിൽ നമ്മുടെ മൊബൈൽ ആപ്പ് വഴി കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഒരു ഇതും ഉണ്ടാകത്തില്ല, ചെല്ലാനോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് വേറെ സ്കാം. പിന്നെ ഡിജിറ്റൽ അറസ്റ്റ് നമ്മൾ ഈ ഇടയ്ക്ക് നമ്മുടെ മലപ്പുറത്ത് ഒരു ചേട്ടൻ ബുദ്ധിപരമായിട്ട് പിന്നെ പോലീസുകാരെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർ കൈയോടെ പോക്കി. ആ വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മലയാളിയെ പോലെ തോന്നുന്നില്ലല്ലോ. വിശ്വാസമായിട്ടാണ് സംസാരിക്കേണ്ടത്. നമ്മളെ മൊത്തം ടീമുണ്ട്, എല്ലാവരും ഉണ്ട്. നീ എവിടെയാടാ നാട്ടിൽ? അപ്പോൾ ശ്രദ്ധിച്ചോളാം, ഈ വെർച്വൽ അറസ്റ്റ് ശ്രദ്ധിച്ചോളാം. പിന്നെ മെയിനായിട്ട് എം വി ഡിയുടെ ഫൈൻ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ പരിവാഹൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എം പരിവാഹൻ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടി നമ്പറിൽ ചെക്ക് ചെല്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ചെക്ക് ചെല്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നെക്കിയിട്ട് നിങ്ങളുടെ വണ്ടിക്ക് ചെല്ലാനുണ്ടോ എന്ന് കാണിക്കും. അതില്ലെങ്കിൽ അത് ഫേക്കാണ്. മൂന്നാമത്തെ ഇതാണ് നമ്മുടെ ഇതേപോലെ തന്നെ ട്രാക്കിംഗ് സാധനം. ഈ ട്രാക്കിംഗ് സാധനത്തിൽ ഇതേപോലെ ഇത് അയച്ചതിൻ്റെ പേയ്മെൻറ്റ് അയച്ചില്ല, ബഷീർ ബാസിക്ക് പറ്റിയ പോലെ തന്നെ ആ സാധനം പറ്റും. പിന്നെ രണ്ടാമത് ഇത് നമ്മുടെ ഇതേപോലെ തന്നെ പോസ്റ്റിൽ നമ്മൾ അയച്ച സാധനം ഇങ്ങോട്ട് കിട്ടാനുള്ള സാധനമാണെങ്കിൽ നമ്മുടെ ട്രാക്കിംഗ് നമ്പർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതേപോലെ അഡ്രസ്സ് തെറ്റാണ്, 5 രൂപ പേയ്മെൻറ്റ് ചെയ്യണം, അത് അതിന് മുന്നോട്ട് ഈ APK ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അത് വലിയൊരു ഇതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. എന്തായാലും എനിക്ക് പറയാം, അത് എനിക്ക് 2 ദിവസം മുന്നോട്ടായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തില്ല. അപ്പോൾ നമുക്കൊരു സാധനം കിട്ടണം, ദൈവം ഇത് സത്യമാണ് ഇതാണ്. പിന്നെ ഞാൻ ഈ ആപ്പിൻ്റെ ഇവർ പറഞ്ഞ ആപ്പ് ഞാൻ ഈ പ്ലേ സ്റ്റോറിലും ഇതിലുണ്ടോ നോക്കി, അതില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്കാമാണ്. പിന്നെ ഈ 5 രൂപയുടെ കേസ് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതേപോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻ്റെ ഗൂഗിൾ പേയുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എപ്പോൾ പൈസ വന്നാലും എൻ്റെ ഡീറ്റെയിൽസ് ഉള്ളവർക്ക് കിട്ടിയല്ലോ. ഫോൺ ഫുൾ ഹാക്കായല്ലോ. അത് ഞാനിപ്പോൾ ഈ മൊബൈൽ ബാങ്കിങ് ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇവന്മാർക്ക് സുഖമായിട്ട് പൈസ എടുക്കാമല്ലോ. അതാണ് ഇവന്മാരുടെ തട്ടിപ്പ്. പിന്നെ നമുക്കിത് പോലീസിൻ്റെ അടുത്ത് പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പൈസ കിട്ടുമില്ലോ എന്ന് നമുക്ക് ഉറപ്പില്ല. പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് അവെയർ ആയിട്ടിരിക്കുക. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ബൈ.